എൻ്റെ കഴിഞ്ഞ ഞായറാഴ്ച എൻ്റെ ഒരു പ്രിയ ഫ്രണ്ട് പോകുമായിരുന്നു. അയാളെ വിടാൻ വേണ്ടിയിട്ട് ഞാൻ എയർപോർട്ടിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഞാൻ ആയിരുന്ന സഭയിൽ പോകാൻ എനിക്ക് കഴിഞ്ഞില്ല, ലേറ്റായി. അങ്ങനെ ഞാൻ വേറൊരു സഭയിൽ പോയപ്പോഴത്തേക്കും നമ്മുടെ ദേവദാസൻ പ്രിയ പാസ്റ്റർ ജസ്റ്റിൻ തിരുവല്ല ഞാൻ എനിക്കൊന്ന് ഞാൻ പറഞ്ഞു, അച്ഛൻ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാൻ ചോദിച്ചു. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അച്ഛനോട് ഒരു വേർഡ് പറഞ്ഞു. എടാ കുഞ്ഞെ, നിന്നോട് കർത്താവിൻ്റെ ചില കാര്യം പറയാനുണ്ട്, നീ കയറി ഇരുന്നോളാൻ പറഞ്ഞ്, നീ കയറി പ്രാർത്ഥനയൊക്കെ ആയിട്ട് നീ സമയം വേർതിരിച്ചോളാൻ പറഞ്ഞു. ഞാൻ അപ്പുറം തന്നെ ഞാൻ തീരുമാനിച്ചു. ഞാൻ കൃപയാൽ അപ്പം തന്നെ തീരുമാനിച്ചു. പിറ്റേ ദിവസം തൊട്ട് ഒരു പരിപാടിക്കും പോകുന്നില്ല, ഒരു കാര്യവും ഞാൻ ചെയ്യുന്നില്ല തീരുമാനിച്ചു. ഞാൻ വീട്ടിൽ തന്നെ എൻ്റെ റൂമിൽ അല്ലെങ്കിൽ താഴെ സിറ്റ് ഔട്ടിൽ ഞാൻ ഇങ്ങനെ തന്നെ മാറി തിരിഞ്ഞു വേറെ ഒരു പരിപാടി ഞാൻ ഏറ്റില്ല. കഴിഞ്ഞൊരാഴ്ചക്കാലം അങ്ങനെ പ്രാർത്ഥനയോട് കൂടി ആയിരിക്കാം ദൈവവിടെയാക്കി. ആദ്യത്തെ ദിവസം അങ്ങനെ പോയി. രണ്ടാമത്തെ ദിവസം ഞാനാണെങ്കിൽ ആലോചിക്കും, കർത്താവ് സാധാരണ രാത്രിയിലാണ് പ്രാർത്ഥിക്കുന്നത്, പ്രത്യേകിച്ച് വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ വേറെ പ്രത്യേക ദൈവശബ്ദങ്ങളോ ഒന്നും ഞാൻ കേൾക്കുന്നില്ല. നോർമലി പ്രാർത്ഥിച്ചു പോകുന്നതിൻ്റെ കൂടെ പ്രാർത്ഥിച്ചു പോകുന്നല്ലാതെ എനിക്ക്. പക്ഷെ ചൊവ്വാഴ്ച രാത്രി ബുധനാഴ്ച പുലർച്ചെയായപ്പം എന്നോട് കർത്താവ് ഒരു വേർഡ് പറയുകയാണ്, ഉയർപ്പിന് ശേഷം നിനക്കൊരു ഉയർപ്പുണ്ടെന്ന്. അതിനൊക്കെ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായി എനിക്കറിയത്തില്ല. എന്നോട് കർത്താവ് പറഞ്ഞൊരു വേർഡ് ഇങ്ങനെയാ, ഉയർപ്പിന് ശേഷം നിനക്കൊരു ഉയർപ്പുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ശരിയാ. ഈ വരുന്ന ആഴ്ച, കഴിഞ്ഞ ഞായറാഴ്ച, കഴിഞ്ഞൊരു വെള്ളി, ശനി, ഞായർ, ദുഃഖവെള്ളി, ആമേൻ, ശനി, പിന്നെ സൺഡേ ആണ്. അപ്പം റിസറക്ഷൻ സൺഡേ ആണ്, അതായത് ഈസ്റ്ററാണ്, ഉയർപ്പാണ്. അപ്പം ഞാനത് വെയിറ്റ് ചെയ്തു. ശരിയാ, കർത്താവ് പറഞ്ഞ ആ വേർഡിൽ ഞാൻ വിശ്വസിച്ചു. ഞാനതങ്ങ് ഏറ്റെടുത്ത് ഞാൻ എൻ്റെ ലൈഫിൽ തന്നെ ഞാനെടുത്ത് ഉയർപ്പിന് ശേഷം എനിക്കൊരു ഉയർപ്പുണ്ട്. ഞാൻ നിങ്ങളെ നോക്കി ഞാൻ വിളിച്ചു പറയാം, ഈ ഉയർപ്പിന് ശേഷം നിങ്ങൾക്കൊരു ഉയർപ്പുണ്ട്, ഉയർപ്പിന് ശേഷം ഉയർപ്പുണ്ട്. അങ്ങനെ ആ ദിവസം കടന്നുപോയി. ഞാൻ ആ ശബ്ദം തന്നെ ഇങ്ങനെ രാത്രി പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്കറിയത്തില്ല, രാത്രി എനിക്ക് ഉറക്കം വരുന്നില്ല. ഈ ശബ്ദം തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. പിറ്റേ ദിവസമായി വ്യാഴാഴ്ച രാവിലെ പ്രാർത്ഥന. അപ്പോൾ പുലർച്ചെ എന്നോട് കർത്താവ് ഒരു വേർഡ് പറയുക, ഈ കല്ലറ മൂടി വെച്ചത്, അഭിഷേകത്തെ കെട്ടിവെച്ചത്, അടയ്ക്കപ്പെട്ടത്, ഞെരുക്കി വെച്ചത്, മുദ്രയിട്ട് വെച്ചത്, കർത്താവ് പറയുക, അതിനെ പൊട്ടിച്ചുകൊണ്ട് ഉയർപ്പ് വരാൻ പോകുകയാണ്. എൻ്റെ പേഴ്സണൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട കർത്താവ് ആ വേർഡ് പറഞ്ഞ് ഞാനത് വിശ്വസിക്കുക. അത് എൻ്റെ പേഴ്സണൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ കർത്താവ് പറഞ്ഞൊരു വേർഡാ. അമ്മ കെട്ടിവെച്ചത്, അമ്മ മുദ്രയിട്ടത്, അഭിഷേകത്തിൽ നിന്ന് കെട്ടിവെച്ചത്, സ്വർഗം അമ്മ ഉയർപ്പിലൂടെ അത് പുറത്തു വിടാൻ പോകുന്നത്. ഞാനതൊക്കെ വിശ്വസിച്ച് ഏറ്റെടുത്തു. എന്നിട്ട് എന്നോട് കർത്താവ് അന്ന് രാത്രി പറഞ്ഞൊരു വേർഡ് ഇങ്ങനെയാ, നീ എഴുതി വെച്ച നാളെ മുതൽ നാളത്തെ ദിവസം നീ അടയാളങ്ങൾ കാണുമെന്ന് പറഞ്ഞു. ഞാൻ അടയാളങ്ങൾ കാണും. ഞാനങ്ങ് വിശ്വസിച്ചു. ഞാൻ ആമയും പറഞ്ഞ് ഏറ്റെടുത്തു. അപ്പം പിറ്റേ ദിവസം രാവിലെ എനിക്ക് ഞാൻ കിടന്നത് തന്നെ ഒരു 4:30-5 മണിയും കണ്ടായപ്പോഴാണ് കയറി കിടക്കുന്നത്. കിടന്നിട്ട് ഞാൻ പതിവില്ല 8:15 കണ്ടായപ്പോൾ, അച്ഛാ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് വേറെ കാര്യമൊന്നും 8:15 എണീറ്റ് ഞാൻ താഴെ വന്ന്, ഞാൻ ചായ കുടിക്കുന്ന ശീലമൊന്നുമില്ല, എന്നാലും അമ്മ ചാച്ചൻ എന്നോട് ചോദിച്ചു ചായ വേണം. ഞാൻ പറഞ്ഞാൽ വേണമെന്ന് പറഞ്ഞു. ചായ കുടിച്ചിട്ട് ഞാനിങ്ങനെ ഇരിക്കുക. നോക്കിയപ്പം എൻ്റെ ലെഫ്റ്റ് സൈഡിൽ എൻ്റെ പേഴ്സ് ഇരിക്കുക. ഞാൻ എൻ്റെ പേഴ്സ് എടുത്ത് നോക്കിയപ്പോഴത്തെ പേഴ്സ് കാലി. ഞാൻ കാരണം ആകെ 200 രൂപ കണ്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ദിവസം അമ്മയെ എടുത്തോണ്ട് പോയി. നോക്കിയപ്പോൾ അതിനകത്ത് ഒന്നുമില്ല. അക്കൗണ്ടിലുണ്ട്, പക്ഷേ എങ്കിൽ പോലും എൻ്റെ പേഴ്സിനകത്ത് നോക്കിയപ്പോൾ കാലിയായിട്ടിരിക്കുന്നു. എനിക്കങ്ങ് വിഷമം തോന്നി. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എൻ്റെ പേഴ്സ് കാലിയാണ്, വെല്ലം തന്നാരിങ്ങനെ നിറയ്ക്കാരെന്ന് പറഞ്ഞ് ഇങ്ങനെ തമാശ പോലെ പറഞ്ഞു. അമ്മ എന്നോട് പറഞ്ഞടാ ഇത് നിറയ്ക്കാൻ വേണ്ടിയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ഞാനും ആമയും പറഞ്ഞ ഏറ്റെടുത്തു. ഞാനാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ശേഷം ഞാൻ മേളിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രാർത്ഥിക്കാൻ ജസ്റ്റ് പ്രാർത്ഥിച്ചു. എനിക്കറിയത്തില്ല, ഞാൻ ഈ ടെസ്റ്റ് മണി നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു തിരിവിന് വേണ്ടിയായിരിക്കാം. ഞാൻ മേളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എന്നെ ഒരു അച്ചായൻ വിളിച്ചു. സ്ഥിരമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു അച്ചാനാണ്. പ്രിയദാസ് എന്നെ വിളിച്ചിട്ട് തൻ്റെ ലൈഫിൽ കഴിഞ്ഞ തിരുവല്ല മീറ്റിങ്ങിന് ശേഷം ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയി പ്രാർത്ഥിക്കാനൊക്കെ ഇടയായി. അങ്ങനെ പ്രാർത്ഥിച്ച് ഇറങ്ങി ഞങ്ങൾ താഴത്തെ ഫ്ലോർ എത്തിയപ്പോഴത്തേക്ക് ഞങ്ങൾ വണ്ടിക്കകത്ത് കയറുന്നതിന് മുമ്പായി പ്രിയദാസൻ്റെ വിഷയത്തിൻ്റെ ബില്ല് അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അന്ന് പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്, ഇന്ന് കഴിയുന്നതിന് മുമ്പ് അടയാളം കാണുമെന്ന് പറഞ്ഞു. കൃപയാൽ ഞങ്ങൾ വണ്ടി കയറുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അദ്ദേഹത്തിന് ഒരു 47,000 രൂപ ക്രെഡിറ്റ് ആയെന്ന് കണ്ടു. അപ്പോൾ എന്നോട് പറഞ്ഞു, ബ്രദറെ ഇത് കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ച് പറയുക. അത് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് പറയുന്നത്. ബ്രദറെ ഇതേപോലെ ഫണ്ട് ക്രെഡിറ്റായി, ഒരു അടയാളം ദൈവം എന്നെ കാണിച്ചു, അങ്ങനെയാണ് ഇങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞ അച്ഛാ അപ്പം ഞാൻ എൻ്റെ തലേദിവസം എന്നോട് കർത്താവ് പറഞ്ഞ ആ വേർഡ് ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഉയർപ്പിന് ശേഷം ഒരു ഉയർപ്പുണ്ട്. അപ്പോൾ എന്നോട് ആ ദിവസം പറയും, ഞാനാണെങ്കിൽ ടൈത്ത് കൊടുത്തിട്ട് കുറച്ച് ദിവസമായി, ഈ എൻ്റെ മാസത്തെ ടൈത്ത് ബ്രദറിന് ഞാൻ ഇടുകയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ അച്ഛാ ആമേന്ന് പറഞ്ഞ് ഞാൻ ഏറ്റെടുത്തു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ട്രിവാൻഡ്രത്തും ഒരു കോൾ വന്നു. ട്രിവാൻഡ്രത്തെ ഒരു സിസ്റ്റർ എന്നെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സിസ്റ്ററിനോട് ഞാൻ
ഇതേ കാര്യമൊക്കെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഷെയർ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ആ സിസ്റ്റർ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ അക്കൗണ്ടിലൊരു 4 അക്ക സംഖ്യ ക്രെഡിറ്റ് ആയേക്കുന്നത്. അപ്പോൾ ഞാൻ ഞെട്ടി. 5 അക്ക സംഖ്യ ക്രെഡിറ്റ് ആയേക്കുന്നത്. ഞാൻ ഞെട്ടിപ്പോയി. കർത്താവ് ഇതെന്ത് ഇത്? അപ്പോൾ എന്നോട് കർത്താവ് പ്രിയദാസം പറഞ്ഞ കാര്യമാണ്, എടാ ഇത് നിനക്കുള്ള ടൈത്താ. അപ്പോൾ എനിക്ക് മനസ്സിലായി, 1ാമത്തെ അടയാളം വന്നു. ഞാൻ അത് ഏറ്റെടുത്ത് 1ാമത്തെ അടയാളം കണ്ടു. ഞാൻ ആ സിസ്റ്ററിനോട് ഞാൻ പറഞ്ഞു, സിസ്റ്ററെ ഇന്ന് കഴിയുന്നതിന് മുമ്പ് ഈ വിഷയത്തിന് മേലൊരു അടയാളം കാണും. അങ്ങനെ പറഞ്ഞു, കൃപയാൽ അങ്ങനെ പറഞ്ഞു. ഫോൺ വെച്ചു. ഞാൻ നമ്മുടെ ഫ്ലൂട്ട് വായിക്കുക ജുവലിൻ്റെ വീട്ടിൽ കൺവെൻഷനായിരുന്നു. ഞാൻ അവിടെ കൺവെൻഷന് വേണ്ടി പോയി. അവിടെ കൺവെൻഷന് വേണ്ടി പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ പോയ വഴിക്ക് എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞില്ല, ഇതുപോലൊരു ദൈവം ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തു, അപ്പോൾ ഞാൻ നാളെ തൊട്ട് നീ ഫാസ്റ്റിംഗ് ഇരുന്നോണമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. എന്നിട്ട് ഞാനൊരു ലോട്ടറി എടുത്തു. ഞാൻ ഓപ്പൺലി അങ്ങ് പറയുക, ആരും അതിനെ വിമർശിക്കാൻ നിൽക്കരുത്. ഞാൻ ഓപ്പൺലി പറയും. ഒരു ചേട്ടൻ പാവം പിടിച്ച കണ്ടപ്പോൾ ഒരു വിഷമം തോന്നി. എന്നോട് കൈ കാണിച്ചിട്ട് പറഞ്ഞു 2 ലോട്ടറി ഉള്ളു. ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് തന്നേക്ക്, ഞാൻ എടുത്തോളാന്ന് പറഞ്ഞു. ഞാൻ എടുത്തു, അത് പോക്കറ്റിൽ വെച്ചു. ഞാൻ അതിൻ്റെ കാര്യം വിട്ടുപോയി. കൺവെൻഷന് പോയി നിന്നു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എന്നോടൊരു 2 രൂപ ഓപ്പണിലേക്ക് പറയും, 2000 രൂപ എന്നോട് ചോദിച്ചോണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ രാവിലെ വന്ന പേയ്മെൻറ്റ് എൻ്റെ കുറച്ച് സെറ്റിൽ ചെയ്യേണ്ട കാര്യമായിട്ട് ബന്ധപ്പെട്ടൊക്കെ തീർന്നു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ എൻ്റെ കയ്യിലില്ല, പക്ഷേ ദൈവം കരുതൂന്ന് പറഞ്ഞു. പതിവില്ല അവനും പറഞ്ഞു ആമയെന്ന് പറഞ്ഞ് ഏറ്റെടുത്തു. ഞാൻ ഈ ആമയം പറഞ്ഞിട്ട് ശേഷം ഞാനൊരു കാറ ഇങ്ങനെ ചാരിയിരിക്കും. നേരെ എൻ്റെ കൈ എടുത്ത് പോക്കറ്റിലോട്ടത് ഞാൻ ഈ ലോട്ടറിയിലാണ് പിടിച്ചത്. ഞാൻ ചുമ്മാ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് 2000 രൂപ അടിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി 3ാമത്തെ അടയാളം നടന്നു. ഈ ലോട്ടറി എടുക്കുന്നത് തെറ്റാണ്, അതൊന്നും ഞാൻ പറയാൻ ആരുമല്ല. പക്ഷേ എങ്കിൽ പോലും ഞാനൊരു അടയാളത്തെയാണ് പറയുന്നത്. ഞാൻ അതിനുശേഷം ഞാൻ എൻ്റെ കൺവെൻഷൻ്റെ അവിടെ പോയിരുന്നപ്പോഴത്തേക്ക് എന്നോട് കർത്താവ് പറയുമോ, നിൻ്റെ പേഴ്സണലായിട്ടുള്ളവരെ വിളിച്ച് നീ പറഞ്ഞോ 3 ദിവസം ഫാസ്റ്റിംഗ് ഇരുന്നോളാൻ പറയാൻ പറഞ്ഞു. ഞാൻ എനിക്കൊന്ന് 15-16 പേരോട് മാത്രം, എൻ്റെ അത്ര അടുത്തിരിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ, കുഞ്ഞുങ്ങൾ, പിള്ളേരോടെല്ലാം ഞാൻ പറഞ്ഞാൽ ഫാസ്റ്റിംഗ് കയറി ഇരുന്നോണമെന്ന് പറഞ്ഞു. അന്ന് എന്നോട് കർത്താവ് പറഞ്ഞു, അതേ വീട് തന്നെ ഞാൻ അവരോട് പറഞ്ഞു, ഉയർപ്പിന് ശേഷം ഒരു ഉയർപ്പുണ്ടെന്ന് പറഞ്ഞു. കൃപയാൽ ഞാൻ ഒന്ന് വിശ്വസിക്കുന്നുണ്ട്, ഇങ്ങനെ കേരളത്തിൽ തൊട്ടങ്ങ് ദുബായ് വരെ വിടുതൽ നടന്നു. എന്നെ ശനിയാഴ്ച വൈകിട്ട് എന്നെ ഒരു അഭിഷിക്ത ദൈവദാസൻ വിളിച്ചിട്ട് പറയുക, എടാ മോനെ, നീ പറഞ്ഞ വേർഡ് ഞാൻ അങ്ങ് സ്വീകരിച്ച്, നീ പറഞ്ഞ ആ വേർഡ് എൻ്റെ ലൈഫിൽ അങ്ങ് ആക്റ്റീവായെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് ചെറിയ കാര്യമല്ല, ഉയർപ്പിന് ശേഷം ഒരു ഉയർപ്പുണ്ട്. ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയും. ഈ ലൈവ് കാണുന്നവർ എത്ര പേരാണെന്ന് അറിയില്ല, പക്ഷെ ഞാൻ നിങ്ങളെയൊക്കെ നോക്കി ഞാൻ വിളിച്ചു പറയുകയാ, ആമേ, ഉയർപ്പിന് ശേഷം ഒരു ഉയർപ്പുണ്ട്. എത്ര വിശ്വസിക്കുന്നുണ്ട്? ഉയർപ്പിന് ശേഷം ഒരു ഉയർപ്പുണ്ട്. ഉയർപ്പിന് ശേഷം ഒരു ഉയർപ്പുണ്ട്. ഈ ഉയർപ്പെന്ന് വെച്ച ആ കാലഘട്ടങ്ങളിൽ അഭിഷിക്ത ദേവാസം പറഞ്ഞ കാര്യം, മരണം കൊണ്ട് തീർന്നത്, മരണം കൊണ്ട് അവസാനിച്ചെന്ന് പറഞ്ഞെടുത്ത് വീണ്ടും ഒരു റീസ്റ്റാർട്ട്. എത്ര വിശ്വസിക്കുന്നുണ്ട്? ഒറ്റ വാക്യം മാത്രം പറഞ്ഞ് ഞാൻ പെട്ടെന്ന് ദൈവത്തിൽ ഇരിക്കാൻ ആഗ്രഹിക്കുകയാണ്. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരത്തെ ജീവിപ്പിക്കും. ഒറ്റ കാര്യമുള്ള, യേശുവിൻ്റെ മേൽ, യേശുവിനെ ഉയർപ്പിച്ച ഏതാത്മാവോ ആ ആത്മാവ് നിന്റെ മേൽ വസിക്കുമെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. യേശുവിൻ്റെ മേൽ യേശുവിനെ വീണ്ടും റിട്ടേൺ ജീവൻ കൊടുത്ത ഏതാത്മാവാണോ അതേ ആത്മാവ് നിന്റെ മേൽ വസിക്കുമെന്ന്. എത്ര വിശ്വസിക്കാൻ തയ്യാറാകുന്നുണ്ട്? കർത്താവിനെ സ്തുതിച്ചാട്ടെ, പൂർണ്ണ മനസ്സോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഒറ്റ കാര്യം, ഏത് ആത്മാവാണോ യേശുവിനെ വീണ്ടും ജീവിപ്പിച്ചത് അതേ ആത്മാവ് നിന്റെ മേൽ വരും. ഒറ്റ ഭാഗം മാത്രം പറയാം. ആദമിൻ്റെ കാലഘട്ടത്ത്, ഏദൻ തോട്ടത്തിൽ ആദമിൻ്റെ കാലഘട്ടത്ത് ആദമും ഹൗവയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഭൂമിയിലെങ്ങും പാപം വന്നു. ദൈവത്തിൻ്റെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ സിസ്റ്റം ഇങ്ങനെ, പാപം ചെയ്യുന്നവൻ പാപം ചെയ്യുന്ന ദേഹി മരണം വേണം. പാപത്തിൻ്റെ ശമ്പളം മരണം. അപ്പോൾ ഈ 2 കാര്യത്തിലും കാണാൻ കഴിഞ്ഞ ഒറ്റ കാര്യമാണ്, മരണമുണ്ട്. അതായത് പാപം ആര് ചെയ്താലും അവൻ മരിക്കും നിശ്ചയം. ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ഇവിടെ ജനിക്കുന്നത് പോലും പാപത്തിൽ കൂടെയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ പാപമുള്ള ലോകമൊക്കെ എഴുതിയ ലേഖനം മേലോട്ട് വായിച്ചു വരുമ്പോഴത്തേക്ക് കാണാൻ കഴിയുന്നത്, പാപത്തിൽ നിന്ന് ജനിക്കുന്ന മനുഷ്യൻ മരിച്ചേ തീരൂ നിശ്ചയം കിടപ്പുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ, പാപവും ഉണ്ട് മരണവും ഉണ്ട്. ഇത് 2 സത്യമാണ്.
ഒന്ന് അമ്മയും പറഞ്ഞാട്ടെ. ഇത് രണ്ടും സത്യമായ കാര്യം. പാപമുണ്ട്, മരണമുണ്ട്. ഇതിനകത്ത് കാണാൻ കഴിഞ്ഞ ഒറ്റ കാര്യം പെട്ടെന്ന് മാത്രം പറഞ്ഞു പോകുക. ആ കാലഘട്ടത്തിൽ, അതായത് ആദമിൻ്റെ കാലഘട്ടത്തിൽ ആദമും ഹൗവ ചെയ്തതിൻ്റെ ഒരു തെറ്റ് കാരണം ആദമും ഹൗവയും പാപം ചെയ്യുന്നു. പാപം ചെയ്യുന്നതോട് കൂടി മരണം ഭൂമിയിൽ ഉടലെടുക്കുന്നു, പാപം ഉടലെടുക്കുന്നു. ആ ഉടലെടുത്തതിൻ്റെ ഭാഗമായിട്ട് മരണഭീതി വരുന്നു. ഇപ്പം പ്രിയ ദേവദാസൻ പറഞ്ഞ ആ വേർഡ് ഭയങ്കര കണക്റ്റഡാണ്. എനിക്കിപ്പോൾ മനസ്സിലായി ഈ ദൈവ ആത്മാവ് ഇവിടെ ഇറങ്ങി നിന്നിപ്പോട്ട് എന്തോ മരണഭീതി ഇന്ന് കർത്താവ് വെട്ടുക. എനിക്കറിയുന്നുണ്ട് കർത്താവ് അങ്ങൊരു വേർഡ് കൈമാറുക, മരണഭീതിയെ കർത്താവ് ഇന്ന് വെട്ടുകയാണ്. ഒരു കാലഘട്ടത്തിൽ പാപം ചെയ്തതിൻ്റെ ഫലമായിട്ട് മരണം വന്നു, മരണഭീതി വന്നു. ആ മരണഭീതിയെ അഭിഷേക് ദേവസ്വം പറഞ്ഞ ഒറ്റ കാര്യം പറഞ്ഞ ഇങ്ങനെയാണ്: ക്രൂശിൽ തകർത്തു. ക്രൂശി തകർത്തു. മരണം കൊണ്ട് ക്രൂശ് എന്ന് പറഞ്ഞ ഒരു ശാപമായിരുന്നു. ആ ശാപം ക്രൂശ് കൊണ്ട് തീരുകയാണ്. പക്ഷെ കാണാൻ കഴിയുന്ന കാഴ്ചയാ, എല്ലാവരും യഹൂദന്മാർ സിസ്റ്റം എല്ലാം തീരുമാനിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഇതോടുകൂടി യേശു എന്നൊരാൾ തീർന്നു, ഇതോടുകൂടി സിസ്റ്റം തീർന്നു. പക്ഷെ അവിടെ കാണാൻ കഴിയുന്ന കാഴ്ച, ഒരു ആത്മാവ് ഇവൻ്റെ മേൽ വീണ്ടും വരികയാണ്. ഞാൻ പറയുന്നത് വേറെ ഒന്നുമില്ല, ഈ ബൈബിൾ തന്നെ പറയുന്നത്, ഈ റോമർക്ക് എഴുതി 8-16 വാക്യം പറയുന്നത്, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച, അതായത് സാധാരണ മരിച്ചവരെല്ലാം എന്ത് ചെയ്തു? മരണം അടഞ്ഞങ്ങ് പോയതേ ഉള്ളൂ. പക്ഷെ യേശുവിനെ മരിച്ചവരിൽ നിന്ന് എന്ത് ചെയ്തു? ഉയർപ്പിച്ചു. ആ ഒരു ആത്മാവ് നിന്റെ മേൽ വരാൻ പോകുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഒറ്റ കാര്യം മാത്രം പറഞ്ഞ് ഞാൻ ദൈവമാകത്ത് ഇരിക്കാൻ ആഗ്രഹിക്കുക. ഈ ആത്മാവ് നിന്റെ മേൽ പരിവർത്തിക്കാൻ പോകുകയാണ്. ഈ ആത്മാവ് നിന്റെ മേൽ പരിവർത്തിക്കാൻ പോകുകയാണ്. രാജ്യങ്ങൾ കടന്ന് ഈ ആത്മാവ് പരിവർത്തിക്കാൻ പോകുകയാണ്. ദേശങ്ങൾ കടന്ന് ഈ ആത്മാവ് പരിവർത്തിക്കാൻ പോകുകയാണ്. ഈ ആത്മാവ് എവിടൊക്കെ വന്നിട്ടുണ്ട് അവിടെല്ലാം ജീവൻ വന്നിട്ടുണ്ട്. ഈ ആത്മാവ് എവിടൊക്കെ വന്ന് നിന്നിട്ടുണ്ട് അവിടെ ജീവൻ വന്നിട്ടുണ്ട്. ഈ ആത്മാവ് ലാസറുടെ കല്ലറയുടെ മുമ്പിൽ വന്ന് നിന്നപ്പോൾ ഈ ആത്മാവ് പരിവർത്തിക്കാൻ തുടങ്ങി. എത്ര പേർക്ക് പറയുന്നത് മനസ്സിലാകുന്ന എനിക്ക് അറിയത്തില്ല. ഈ ആത്മാവ് യായിറോസിന്റെ വീട്ടിൽ വന്ന് കയറിയപ്പോ വീണ്ടും ഈ ആത്മാവ് പരിവർത്തിക്കാൻ തുടങ്ങി. എത്ര പേർക്ക് പറയുന്നത് മനസ്സിലാകുന്ന എനിക്ക് അറിയത്തില്ല. ഈ ആത്മാവ് ലാസറിന്റെ വീട്ടിൽ വന്ന് നിൽക്കുക, നോക്കുമ്പോ മരണ വീടാ. ഈ ആത്മാവ് ഈ വീട്ടിൽ വന്ന് നിൽക്കുമ്പോ ആത്മാവ് പരിവർത്തിച്ചോ മരിച്ചു കിടന്ന് ഉയർക്കാൻ തുടങ്ങി. എത്ര പേർക്ക് ഗെറ്റ് മനസ്സിലാവുന്നെന്ന് എനിക്ക് അറിയത്തില്ല. ഈ ആത്മാവ് യായിറോസിന്റെ വീട്ടിൽ വന്നപ്പോ യായിറോസിന്റെ മകള് മരിച്ചതാ, തീർന്നതാ, അവസാനിച്ചതാ. പക്ഷെ ഈ ആത്മാവ് പരിവർത്തിക്കാൻ തുടങ്ങി, മരിച്ചോ വീണ്ടും ഉയർക്കാൻ തുടങ്ങി. ഒരു ഭാഗം കൂടെ, ഒറ്റ ഭാഗം കൂടെ പറഞ്ഞ് നിർത്താനാകില്ല. എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായത്തിനകത്ത് കാണാൻ കഴിയുന്ന കാര്യം ഇങ്ങനെയാ: പ്രവാചകൻ ചെന്ന് പോയി നിൽക്കുക ഒരു താഴ്വരയിൽ. ആ താഴ്വരയുടെ ചുറ്റിനും കാണുന്ന ഒറ്റ കാര്യ, അസ്ഥി കൂടാരങ്ങൾ, അസ്ഥി കൂമ്പാരങ്ങൾ. പലരും മരിച്ച് അവസാനിച്ച് അവരുടെ അസ്ഥികൾ ഇവിടെ കിടക്കുകയാ. എല്ലാം കഴിഞ്ഞു, എല്ലാം അവസാനിച്ചു, എല്ലാം തീർന്നു. ഇതുപോലെ കിടക്കുന്ന കുറെ അസ്ഥി കൂമ്പാരങ്ങളെ കാണുകയാ. പക്ഷേ ആ 37-ാം അധ്യായം വായിച്ചു കൊടുക്കുമ്പോ ഇങ്ങനെയാ: യഹോവയുടെ ആത്മാവ് എന്റെ മേൽ വന്നിട്ട് പറഞ്ഞ കാര്യം ഇങ്ങനെയാ: ഈ അസ്ഥികളെ നോക്കി നീ ഒന്ന് പ്രവചിക്ക്. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. ഈ അസ്ഥികളെ നോക്കി പ്രവചിക്കാൻ തയ്യാറായപ്പോൾ എവിടെയോ മാറിക്കിടന്ന കൈകാലുകൾ ഒന്നിക്കാൻ തുടങ്ങി. എവിടെയോ മാറിക്കിടന്ന അസ്ഥികൂടങ്ങൾ ഒന്നിക്കാൻ തുടങ്ങി. ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയുകയാ: മരണം കൊണ്ടെല്ലാം തീർന്നെന്ന് പറഞ്ഞ സ്ഥാനത്ത്, മരണം കൊണ്ടെല്ലാം അവസാനിച്ചെന്ന് പറഞ്ഞ സ്ഥാനത്ത് സ്വർഗം പറയുക, ആത്മാവ് നിന്റെ മേൽ വരുമ്പോ ഏത് അടിയെ കിടന്നതിനായാലും ഏത് മരിച്ചു കിടന്നതിനായാലും സ്വർഗം ജീവിപ്പിക്കാൻ പോകുക. എത്ര വിശ്വസിക്കാൻ തയ്യാറാകുന്നുണ്ട്? ഒറ്റ വാക്യം 37-ാം അധ്യായം എഹെസ്കേൽ 37-ന്റെ 3-ാമത്തെ വാക്യം ഇങ്ങനെ കിടക്കുന്നത്: അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചത്. അതിന് യഹോവയായ കർത്താവേ നീ അറിയുന്നെന്ന് പറയുന്നു. അതിന്റെ മേൽ 1-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്: യഹോവയുടെ കൈ എന്റെ മേൽ വന്നപ്പോ യഹോവയുടെ ആത്മാവ് എന്നെ പുറപ്പെടുവിച്ചു. ഇതേ ആത്മാവാണ് യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചത്. അങ്ങോട്ട് ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയുകയാ: ഇതേ ആത്മാവ് ആ ക്രൂശ് മരണത്തോട് നിന്റെ മേൽ വരികയാണ്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം വായിച്ചു വരുമ്പോഴത്തേക്ക് മാളിക മുറി ഇറങ്ങി വന്ന് ഇതേ ആത്മാവാ പറയുന്ന. അത്രക്ക് മനസ്സിലാണെന്ന് എനിക്കറിയത്തില്ല.
ഇതേ ആത്മാവ് മാളിക മുറിയിൽ 12 പേര് കൂടിയിരുന്നപ്പോൾ ഇറങ്ങി വന്നത്. ഇതേ ആത്മാവിനാലാണ് സൗഖ്യങ്ങൾ നടക്കുന്നത്. ഇതേ ആത്മാവിലാണ് അത്ഭുതങ്ങൾ നടക്കുന്നത്. ഇതേ ആത്മാവിലാണ് അടയാളങ്ങൾ നടക്കുന്നത്. ഇതേ ആത്മാവ് നിന്റെ മേൽ വ്യാപരിക്കുമ്പോൾ എവിടെ നിന്നെ കെട്ടിവെച്ചോ, എവിടെ നിന്നെ മൂടി വെച്ചോ, എവിടെ നിന്നെ അവസാനിക്കുമെന്ന് പറഞ്ഞോ, എവിടെ നിന്നെ നീ തീർന്നെന്ന് പറഞ്ഞോ, അവിടെ ഈ ആത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങും. ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയുകയാ, ഈ ദിവസം മുതൽ നിങ്ങളുടെ ലൈഫിൽ ഈ ആത്മാവ് പരിവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, നേരത്തെ പ്രിയ അഭിഷുദ്ധ ദേവദാസൻ പറഞ്ഞ പോലെ മരണഭീതിയെ സ്വർഗം വെട്ടുകയാ. കാരണം വചനം പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ള, ഈ കർത്താവായ യേശുവിനെ ആര് വിശ്വസിക്കുന്നു, ആര് ഈ കർത്താവായ യേശുവിനെ വിശ്വസിക്കുന്നു, വിശുദ്ധ സ്നാനം ആരേക്കുന്നു, കർത്താവിന്റെ തിരുമേശയിൽ ആര് പങ്കുചേരുന്നു, ഈ അപ്പവും വീഞ്ഞും കർത്താവിന്റെ തിരു ശരീരവും കർത്താവിന്റെ തിരു രക്തവും ആര് കുടിക്കാൻ തയ്യാറാകുന്നു, അവന്റെ മേൽ ജീവൻ വ്യാപരിക്കാൻ തുടങ്ങും. ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയുക, നിങ്ങളുടെ ലൈഫ് ജീവൻ വ്യാപരിക്കാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി, ഈ കർത്താവായ യേശുവിനെ വിശ്വസിക്കുക. ഒരുവൻ ക്രൂശിൽ കയറിയത് എനിക്ക് വേണ്ടിയാണെന്ന് വിശ്വസിക്കുക. ഒരുവൻ ക്രൂശ് യാഗമായത് എനിക്ക് വേണ്ടിയാണെന്ന് വിശ്വസിക്കുക. ഒരു ക്രൂശിൽ തകർന്നത് എനിക്ക് വേണ്ടിയാണെന്ന് വിശ്വസിക്കുക. കഴിഞ്ഞ ദിവസം ഈ ലോകം മുഴുവൻ ഉയർപ്പ് ആചരിച്ചപ്പോ, ദുഃഖവെള്ളി ആചരിച്ചപ്പോ, അതെല്ലാം എനിക്ക് വേണ്ടിയായിരുന്നെന്ന് വിശ്വസിക്കുക. വിശ്വസിക്കാൻ ആര് തയ്യാറാകുന്നോ അവന്റെ ചരിത്രത്തെ സ്വർഗം തിരിക്കും. ഒരുപക്ഷെ നമ്മുടെ ലൈഫിൽ പറ്റി കർത്താവായ യേശുവിനെ കണ്ടിറങ്ങി വിശ്വസിച്ചിറങ്ങി, പക്ഷെ എന്നിട്ടും എവിടെയൊക്കെയോ തകർച്ച, എന്നിട്ടും എവിടെയൊക്കെയോ സ്റ്റക്ക്, എന്നിട്ടും എവിടെയൊക്കെയോ ഉടൽച്ച. നിങ്ങളെ നോക്കി വിളിച്ചു പറയുക, ഈ ആത്മാവ് നിന്റെ മേൽ വരുന്നെന്ന് നീ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ നിന്നെ സ്വർഗം തിരിക്കാൻ പോകുക. ഈ ആത്മാവ് നിന്നെ ജീവിപ്പിക്കും.